കേരളത്തിലെ നമ്മളോട് ചോദിച്ചാൽ ചിലര് പറയും നമ്മൾ ജാറത്തിങ്ക പോണില്ല, മക്ബറെ ചെല്ലുന്നില്ല, മന്ത്രി ചൂതി കെട്ടുന്നില്ല, ഒരു വിദേഹത്ത് കുത്തറാത്തീബ് മൗലൂദ് നടത്തുന്നില്ല. പിന്നെ നമ്മളൊക്കെ വലിയ ആളുകള്, നമ്മളൊക്കെ ഇസ്ലാമിന്റെ നടുക്കണ്ടങ്ങളാണുള്ള തോന്നലുണ്ട് നമുക്ക്. കുറച്ച് നിസ്കാരവും നോമ്പും മാത്രമായി നടക്കുമ്പോഴേക്ക് നമുക്ക് തോന്നുക നമ്മളെല്ലാം തികഞ്ഞു മുവഹിദീങ്ങൾ, മുത്തഖീങ്ങൾ, ഇനി മരിച്ച അള്ളാന്റെ സ്വർഗമല്ലാണ്ട് വേറൊന്നും കിട്ടാനില്ല എന്ന്. ആ തോന്നല് വേണ്ട. കാരണം മനുഷ്യന്റെ നമ്മളുടെ ഇബാദത്തിനെ ഭംഗിയുള്ളൂ, നമ്മുടെ നിസ്കാരത്തിനെ ഭംഗിയുള്ളൂ, നമ്മുടെ ഖുർആനോത്തിനെ ഭംഗിയുള്ളൂ, നമ്മൾ ധരിക്കുന്ന സലഫി പർദ്ദക്കും സലഫി മഫ്തക്കേ ഭംഗിയുള്ളൂ, നമ്മൾ വളർത്തുന്ന താടിക്കേ ഭംഗിയുള്ളൂ. നമ്മുടെ മനസ്സ് നന്നായിട്ടില്ല. ആ മനസ്സ് നന്നാക്കി അള്ളാന്റെ അരികിലേക്ക് മടങ്ങാനുള്ള ഒരു ആത്മാർത്ഥമായ ത്യാഗം നമ്മൾ നടത്താത്തത് കൊണ്ടാ ഇപ്പോഴും കുടുംബബന്ധം മുറിച്ചോൻ അങ്ങനെ തന്നെ ജീവിക്കുന്നത്. പക്ഷെ ഓൻ നിസ്കരിക്കലുണ്ട്, ഓ നോമ്പോൽക്കലുണ്ട്, ഓൻ ഖുർആനോദലുണ്ട്, പക്ഷെ കുടുംബതരെ നന്നാക്കിയിട്ടില്ല. കുടുംബക്കാരനോട് പോയി സലാം പറഞ്ഞ് പൊരുത്തം വാങ്ങിയിട്ടില്ല. മറ്റൊരുത്തനെ പറ്റി പറയരുത് എന്ന് പഠിച്ചിട്ടുണ്ടെങ്കിലും അത് നടപ്പിലാക്കാൻ പറ്റാറില്ല. അഥവാ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തോന്നുക നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഇനി മരിച്ചാ സ്വർഗേ കിട്ടുന്നുള്ളൊരു തോന്നലുണ്ട് നമ്മളിൽ പലർക്കും. കുറെ കൊല്ലത്തെ സർവീസ് ഉണ്ട്, കുറെ കൊല്ലായി മുജാഹിദായിട്ട് ജീവിക്കുന്നുണ്ട്, അതുകൊണ്ട് തരക്കേടില്ല ഞാൻ. എന്നിട്ട് അപ്പുറത്ത് പള്ളി പോവാത്തവനെ നേരെ നോക്കിയിട്ട് പറയും ഓനേക്കാട്ടൊക്കെ എത്ര മെച്ചാ ഞാൻ എന്ന് സ്വയം ആത്മവിശ്വാസം നമുക്ക്. പക്ഷെ അള്ളാഹ്ക്ക് വേണ്ടി എന്ത് ത്യാഗം സഹിക്കാൻ നമ്മൾ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ, ഇസ്ലാമിക ലോകത്തേറെ ചർച്ച ചെയ്യപ്പെട്ട യുദ്ധമാ തബൂക്ക് യുദ്ധം. ഇസ്ലാം ഇത്രയേറെ സങ്കടപ്പെട്ടൊരു യുദ്ധം വേറല്ല. തബൂക്ക് യുദ്ധത്തില് 30,000 സഹാബാക്കളും 2 ലക്ഷം റോമൻ ശത്രു സൈന്യവും തമ്മിലാ യുദ്ധം. ആ തബൂക്ക് യുദ്ധത്തിലേക്ക് ഇറങ്ങാൻ നേരത്ത് പ്രവാചകൻ സഹാബത്തിനെ വിളിച്ചു പറഞ്ഞു, സഹാബാക്കളെ എന്ത് കയ്യിൽ കിട്ടുന്നോ അതെടുത്തിട്ട് നിങ്ങൾ തബൂക്ക് വരണം. സഹാബാക്കളുടെ കയ്യിലൊന്നുമില്ല, ഒരു വാള് പോലുമില്ല. അവസാനം വാള് വാങ്ങാൻ വേണ്ടി അവര് കിടന്ന കട്ടില് മദീനയിലെ തെരുവ് കൊണ്ടുപോയി വിറ്റുന്ന. വിൽക്കാൻ വെച്ച കട്ടില് നോക്കിയിട്ട് മറ്റുള്ളവര് ചോദിച്ചു, തിരിച്ചു വന്നാ എവിടെ കിടക്കും? പുഞ്ചിരിയോടെ സഹാബത്ത് പറഞ്ഞു, തിരിച്ചു വരാനല്ല പോണ്, അള്ളാന്റെ അടുത്തേക്ക് മടങ്ങാനാ. അങ്ങനെ കട്ടില് വിറ്റ് കിട്ടിയ പണം കൊണ്ട് വാങ്ങിയ വാളുമായി അവര് തബൂക്കിലേക്ക് പുറപ്പെട്ടു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 4000 ദിർഹം റസൂലുള്ളാന്റെ കൈമലേൽപ്പിച്ചു. റസൂല് തിരിച്ചു ചോദിച്ചു, വമാ ബാക്കിയ അബൂബക്കറെ, ബാക്കി എന്തുണ്ട് മോനെ? അബൂബക്കർ സിദ്ദീഖ് റസൂലുള്ളാനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, റസൂലെ ബാക്കി എന്ന് പറയാൻ അള്ളയും അള്ളാന്റെ റസൂലും മാത്രം, വേറൊന്നും ഇന്ത്യയിലില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ 200 ഊക്കിയ കൊടുത്തു. ഇന്നത്തെ ഭാഷയിൽ കോടിക്കണക്കിന് സ്വത്ത. മഹാനായ അബുൽ ഖൈസമ എന്ന സ്വഹാബി വാളെടുക്കാൻ വേണ്ടി വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ കാണുന്നത് വീട്ടിന്റെ വാതിൽക്കൽ 2 ഭാര്യമാര് അണിഞ്ഞൊരുങ്ങി ഭക്ഷണമായിട്ട് നിൽക്കുക. അബുൽ ഖൈസമാനെ വശീകരിക്കാൻ, അബുൽ ഖൈസമ നിന്റെ അടുത്തേക്ക് വരുമോ ഓളെ അടുത്തേക്ക് പോവുമോ എന്നറിയാൻ വേണ്ടി ഭാര്യമാര് വാതിൽക്കൽ അബുൽ ഖൈസമാനെ കാത്തു നിൽക്കുക. ഭാര്യമാരെ ശ്രദ്ധിക്കാതെ അകത്ത് കയറി വാളെടുത്ത് യുദ്ധത്തിനിറങ്ങി അബുൽ ഖൈസമാനോട് കുട്ടികള് ആ ഭാര്യമാര് ചോദിച്ചു, അബുൽ ഖൈസമ എങ്ങോട്ടാ? ഞങ്ങളെപ്പോലും ശ്രദ്ധിക്കാതെ എങ്ങോട്ടാ? അബുൽ ഖൈസമ റളിയല്ലാഹു തിരിച്ചു പറഞ്ഞു, തബൂക്കിന്റെ തായ്വാരത്തിൽ പട്ടിണി കിടന്ന സഹാബത്തിനെയും കൂട്ടി ലോകത്തിന്റെ പട്ടിണിയാക്കപ്പെട്ട പ്രവാചകൻ പട നയിക്കുമ്പോ നിങ്ങളെ നേരെ നോക്കാൻ പോലും എനിക്ക് ലജ്ജ തോന്നുന്നു പെണ്ണുങ്ങള്. ആ യുദ്ധക്കളത്തിൽ അബുൽ ഖൈസമ മരിക്കുന്നുണ്ട്. മഹാനായ അബുൽ ദർദാ എന്ന മധ്യവയസ്കൻ, വയസ്സനാ, പക്ഷേ ഇസ്ലാമിന്റെ പക്ഷത്ത് ആള് കുറവാന്ന് കേട്ടപ്പം മദീനയിൽ ഇരിക്കുന്ന അബുൽ ദർദാഇന് ഉറക്കം വരുന്നില്ല. അദ്ദേഹവും യുദ്ധത്തിന് പോകാൻ ഇറങ്ങി. ആകെയുണ്ടായിരുന്ന ഒരൊട്ടകപ്പുറത്ത് കയറി ആ ഒട്ടകത്തെയും കൊണ്ട് തബൂക്കിലേക്ക് മരുഭൂമിയിലൂടെ പുറപ്പെട്ടപ്പോ വയസ്സനായ ഒട്ടകമായതിന്റെ പേരിൽ ആ ഒട്ടകത്തിന് നടക്കാൻ പറ്റണില്ല. കാരണം മരുഭൂമിയിലെ മണലിന് അത്രയേറെ ചൂടുണ്ട്. ആ ഒട്ടകത്തിന്റെ കാല് മണലിലേക്ക് താഴ്ന്നു പോകുമ്പോ ഒട്ടകത്തിന്റെ കാലിന് അത് സഹിക്കാൻ പറ്റണില്ല. അവസാനം അബുൽ ദർദാ ഒട്ടകത്തെ മരുഭൂമിയിൽ ഉപേക്ഷിച്ച് സ്വന്തം കാലുപയോഗിച്ച് തബൂക്കിലേക്ക് നടന്നു. തബൂക്കിലേക്ക് വരുന്ന അബുൽ ദർദാഇനെ കണ്ട് റസൂലുള്ള അരികിൽ ചെന്നപ്പോ കരഞ്ഞുപോയി. കാരണം അബുൽ ദർദാഇന്റെ കാലിന്റെ അടി വെന്തു വൃണമായി ചലവും രക്തമൊലിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ കാല് കണ്ട് അള്ളാന്റെ റസൂലുള്ള കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അബുൽ ദർദാ, അള്ളാന്റെ സ്വർഗത്തിൽ താങ്കൾ ഏകനായി വരും, ഒരുത്തന്റെ ശുപാർശ അല്ലാതെ. ഇവർക്കൊന്നും നമ്മളെ അത്ര തിന്നാൻ കിട്ടിയിട്ടില്ല, ഇവർക്കൊന്നും നമ്മളെ അത്ര ഉടുക്കാൻ കിട്ടിയിട്ടുമില്ല, ഇവർക്കൊന്നും നമ്മളെ അത്ര വലിയ പൊരയും താമസ സൗകര്യം ഉണ്ടായിട്ടില്ല. നമുക്ക് അള്ള തന്നതിന്റെ ഒരംശം പോലും പടച്ചോൻ ഓൽക്ക് കൊടുത്തിട്ടില്ല. പക്ഷെ അവർക്ക് എന്തുണ്ടായിരുന്നു? ജീവിതത്തിൽ ഏത് നിമിഷവും അള്ള തിരിച്ചു വിളിക്കുമ്പോ
അള്ളാന്റെ അടുത്തേക്ക് മടങ്ങാൻ എന്തെങ്കിലുമൊക്കെ വേണമെന്ന് വിചാരിച്ച് തോറ്റും സഹിച്ചും ത്യാഗം ചെയ്തും അവര് ദുനിയാവിനെ കണ്ടെത്തി. ആ നമ്മളുടെ ജീവിതത്തോട് അവരുടെ ജീവിതം ഒന്ന് ചേർത്ത് വെച്ച് നോക്കൂ. നമ്മൾ ഏത് രംഗത്താ മാനസികമായി ഒരു വിശുദ്ധി നേടിയത്? ഇന്ന് നമ്മൾ പഠിക്കേണ്ട വിഷയം ബന്ധങ്ങൾ എന്നാണല്ലോ. നോമ്പ് 21 എല്ലാവരും നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ എല്ലാ മുന്നൊരുക്കവും നടത്തിയിട്ടുണ്ട്. ആവശ്യമുള്ള ഭക്ഷണങ്ങൾ പൊടിപ്പിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. പള്ളികളൊക്കെ പെയിന്റ് അടിച്ചിട്ടുണ്ട്. പള്ളിയിലെ മുസല്ലയൊക്കെ മാറ്റിയിട്ടുണ്ട്. നമ്മൾ ഓതുന്ന ഖുർആനിൽ അടയാളം വെക്കാനുള്ള കടലാസ് വരെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നിസ്കാരക്കുപ്പായൊക്കെ കഴുകി ഉണക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് വരെ പിണക്കുള്ള ഏതെങ്കിലും ഒരു വീട്ടിലേക്ക് കയറി ചെന്ന് പിണങ്ങിയോന്റെ കൈ പിടിച്ച് പൊരുത്തപ്പെട്ട് വരണം എന്ന് പറഞ്ഞ് കുടുംബക്കാർക്കിടയിലുള്ള വിടവുകൾ നികത്താൻ പറ്റാത്തവരാണ് നമ്മളെങ്കിൽ പിന്നെന്ത് ത്യാഗ അള്ളാന്റെ നോമ്പിന് വേണ്ടിയിട്ടും നമുക്ക് വേണ്ടിയും നമ്മൾ ചെയ്ത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നും മക്കയിലും മദീനയിലും നിൽക്കുമ്പം സഹാബത്തിന് ഓതിക്കൊടുക്കുന്ന ഒരായത്ത് മനുഷ്യരെ കുടുംബ ബന്ധം മുറിച്ചോൻ അള്ളാന്റെ സ്വർഗത്ത് കയറൂലെന്നാണ്. അള്ളാഹുവിന്റെ തിരുദൂതന്റെ പ്രത്യേകതയും അതായിരുന്നു. റസൂലുള്ളാന്റെ മക്കയിലെ തെരുവിലൂടെ നടന്നു പോകുമ്പോൾ തള്ളിയിട്ട് മുഖം കുത്തി വീണ റസൂലുള്ളാന്റെ കഴുത്തിൽ ഒട്ടകത്തിന്റെ കുടൽമാലകൾ ആ ശത്രുക്കളുണ്ട്. ശ്വാസം കിട്ടാതെ തലയോർത്താൻ പറ്റാതെ മക്കയിലെ മണലാരണ്യത്തിൽ കിടന്ന് വെപ്രാളപ്പെടുന്ന റസൂലിനെ കണ്ടിട്ട് ശത്രുക്കളുടെ കൂട്ടത്തിലുള്ളവർക്ക് പോലും സങ്കടം തോന്നിയെന്ന. പക്ഷേ അബൂജഹൽ പറഞ്ഞു, ആരെങ്കിലും മുഹമ്മദിന്റെ കഴുത്തുനിന്ന് ആ കൊടല് മാറ്റിയോന്റെ തല ഞാൻ വിട്ടു. എല്ലാവരും പേടിച്ച് നിൽക്കുക. അവസാനം മകള് ഫാത്തിമ ബീവി ഓടിക്കതച്ചു വന്ന്, അന്ന് ചെറിയ മോള ഫാത്തിമ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ കഴുത്തിൽ നിന്നും കൊടല് പിടിച്ചു മാറ്റി റസൂലുള്ളാനെ ചേർത്ത് പിടിച്ച് പ്രവാചകന്റെ മുഖത്ത് പറ്റിപ്പിടിച്ച മണലുകൾ തട്ടിക്കൊടുത്ത് നിറക്കണ്ണുകളോടെ റസൂലും ഫാത്തിമയും നടന്നു പോകുമ്പോൾ കളിയാക്കാൻ തുടങ്ങി. കുടുംബക്കാര് പരിഹസിക്കാൻ തുടങ്ങി. മക്കയിലെ ഖുറൈശ് ഗോത്രത്തിലെ കുടുംബക്കാര് മുഹമ്മദിനെ പരിഹസിക്കുമ്പോ അള്ളാന്റെ റസൂല് തിരിഞ്ഞു നിന്ന് സങ്കടം കൊണ്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ബനൂ ഹാഷിം കുടുംബമേ, ഖുറൈശ് ഗോത്രമേ, ഞാൻ നിങ്ങളുടെ കുടുംബല്ലേ? ഞാൻ ആരോടാ നിങ്ങളോട് ബന്ധം മുറിച്ച്? നിങ്ങൾ എന്റെ കുടുംബല്ലേ ഹാഷിം കുടുംബമേ? ഞാൻ ആരോടാ ഞാൻ ബന്ധം മുറിച്ച്? നിങ്ങൾ എന്തിനാ എന്നെങ്ങനെ ദ്രോഹിക്കണെന്നാ? അതിന്റെ അർത്ഥം അള്ളാന്റെ തിരുദൂതന് എന്ത് പീഡനം സഹിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ഒരു കുടുംബക്കാരനോട് പോലും മുഖം കറുത്തിട്ടോ കുടുംബ ബന്ധം മുറിച്ചിട്ടോ അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് നമ്മളെ കാലഘട്ടത്തിലോ മുഖത്തോട് മുഖം നോക്കാത്തവരുണ്ട്, സലാം പറയാത്തവരുണ്ട്, പറഞ്ഞ സലാം മടക്കാത്തവരുണ്ട്, ക്ഷണിക്കാത്തവരുണ്ട്, ക്ഷണം സ്വീകരിക്കാത്തവരുണ്ട്. ഓണ്ടേ ഞാനില്ല ആദ്യേ പറയും, ഞാൻ വരണേ, ഇന്ന ആൾക്കാരൊന്നും എന്നോട് മിണ്ടരുത്, എനിക്ക് ഓളെ വർത്താനം കേട്ടാൽ അത്ര അങ്ങോട്ട് സുഖാവൂല, വെറുതെ എന്നോട് മിണ്ടരുത് എന്ന് പറയണം എന്ന് പക പ്രകടിപ്പിക്കുന്നവരുണ്ട്. ഒരേ വാപ്പാന്റെ മക്കൾ തമ്മിൽ തെറ്റില്ല. ഒരേ ഉമ്മാന്റെ ഗർഭപാത്രത്തിന്റെ ചൂടറിഞ്ഞ് അതേ ഉമ്മാന്റെ നെഞ്ചിന്ന് ചൊരത്തിയ പാല് കുടിച്ച ഒരേ മക്കൾ തമ്മിൽ തെറ്റില്ല. എന്താ തെറ്റാനുള്ള കാരണം? മരിച്ച വാപ്പാന്റെ വീതം വെച്ച സ്വത്ത് ഏതോ ഒരുത്തന് കുറഞ്ഞുപോയി, അല്ലെങ്കിൽ റോഡ് സൈഡിക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ അതിന്റെ പേരിൽ അതിലുള്ള പ്ലാവിന്റെ പേരിൽ അല്ലെങ്കിൽ മരത്തിന്റെ പേരിൽ മക്കൾ തമ്മിൽ തെറ്റില്ല. മൂത്തോൻ നിക്കാഹ് പറയാൻ നേരം വൈകി, ഇളയോൻ നിക്കാഹിന് പോണില്ല. അമ്മായി നിക്കാഹ് പറയാൻ സമയം വൈകി, അതുകൊണ്ട് അളിയാക്ക പോണില്ല. കിട്ടിയ പെണ്ണിന്റെ ആങ്ങള പെണ്ണ് കാണാൻ പോയ പളിയാക്കനോട് പറയാത്തതിന് ആ അളിയാക്ക നിക്കാഹ് പങ്കെടുത്തില്ല. ഇതൊക്കെ നമുക്ക് തെറ്റാനുള്ള കാരണം. അവസാനം അത് മനസ്സ് കൊണ്ടെടുക്കുക. ഈ കൂട്ടത്തിലുള്ള പലരും വേലിക്കപ്പുറത്തുള്ള അയൽവാസികളോട്, കുടുംബക്കാരോട്, ബന്ധക്കാരോട്, മോളെ കെട്ടിയ വീട്ടുകാരോട്, മോൻ കെട്ടിയ വീട്ടുകാരോട്, പലരോടും മനസ്സിൽ വടവുണ്ടെച്ച് നടക്കുക. നമ്മുടെ ഉള്ളിലുണ്ട്, നമ്മൾ പറയുകയും ചെയ്യും, എനിക്ക് എന്റെ ഉള്ളിൽ നിന്ന് അത് അങ്ങനെന്ന് പറയും. അത് കൊണ്ടെടുക്കുക പലരും പിണക്കായിട്ട്. എന്താ ഇപ്പൊ മരിയോളോട് പിണങ്ങാനുള്ള കാരണം? മരിയോളോളം ഓരേ പോയാ തിരിച്ചൊന്നും കൊണ്ടുവരൂല. ഞാൻ എന്റെ മക്കൾ പെൺകുട്ടികൾ ഇവിടുന്ന് പോകുമ്പോ എന്തെങ്കിലുമൊക്കെ ചുട്ടുകൊടുക്കും, അലുവയാവട്ടെ നെയ്യപ്പാവട്ടെ, എന്തെങ്കിലും ഒരു പൊരുക്ക് പോകല്ലേ, കൊണ്ടുപോയിക്കോട്ടെ എന്ന് കരുതും. പക്ഷെ മോന്റെ ഓളെ പൊരേ പോയി വെറും കൈയോടെയാ വരിക. ഇതപ്പൊ ഓളെ പൊരക്കാരോടുള്ള പണക്കം, ഇതപ്പൊ ഓളോടുള്ള ദേഷ്യം. ഇങ്ങനെ ചെറിയ ചെറിയ കാരണങ്ങൾ ഉള്ളുകൊണ്ടെടുക്കുക പലരും. എന്നിട്ട് ലോഗ്യല്ല, അലോഗ്യാണ്, എനിക്ക് ആ ക്ഷണമില്ല, ഞാൻ അത്ര രസത്തിലല്ല എന്നതൊരു പവറിന്റെ വർത്താനപ്പോ. ഒന്ന് ചോദിച്ചു നോക്കി, നാട്ടില് എന്റെ പെങ്ങള് അളിയനും നാട്ടുകാരൊക്കെ വിളിച്ച് നോമ്പറ നടത്തിയിട്ട്, ഈ ഓള അങ്ങനെയല്ലേ, എനിക്ക് ക്ഷണമില്ലായിനോ, ഈ ഓന്റെ പെങ്ങളല്ലേ, എനിക്ക് ക്ഷണമില്ലായിനോ. നമ്മൾ പറയും ഞാൻ അത്ര ലോഗ്യത്തിലല്ല, ഒന്നാണ്ടല്ലായിട്ട് അലോഗ്യത്തില, ഞാൻ അങ്ങോട്ടും പോകാറില്ല, ഓരാരും ഇങ്ങോട്ടും വരാറില്ല.
ചിലര് ഏൽപ്പിച്ചു പറയും പിയാപ്പിളക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ പോവില്ല, മൂപ്പത്തിക്ക് വലിയ താല്പര്യമല്ല ഞാൻ അങ്ങോട്ട് പോകാറില്ല. ദുനിയാവിലുള്ള ചെറിയ ചെറിയ വിഷയങ്ങൾ ഊതിപ്പെരിപ്പിച്ച് പിണങ്ങി നടക്കുക നമ്മള്. ആ നമ്മടാ അള്ളാന്റെ മുമ്പ് പട്ടിണി എടുക്കുന്നത്, ആ നമ്മടാ അള്ളാന്റെ മുമ്പ് സുജൂദ് ചെയ്യുന്നത്, ആ നമ്മടാ ഇസ്ലാമിന്റെ നടുക്കണ്ടങ്ങളാന്നുള്ള ബോധത്തിൽ ജീവിക്കുന്നത്. എത്ര മനുഷ്യന്മാരോട് പണക്കൊണ്ടിടക്കുന്നവരുണ്ട് ഈ കൂട്ടത്തിൽ, ആരോടൊക്കെ എന്തിന്റെയൊക്കെ പേരില്. ചിലരതിങ്ങനെ ഉള്ളു കൊണ്ടിടക്കുക ചെയ്യുക. എന്നിട്ട് അവസാനം ഒരു 1.5 മാസം കഴിഞ്ഞ് നമ്മളത് പറയാൻ പറ്റുന്ന ഒരു സന്ദർഭം വരുമ്പോൾ നമ്മളങ്ങ് പൊള്ളിച്ച് പറയും. ഒരു കല്യാണപ്പുരയിലാണെങ്കിലും കുടുംബക്കാരിടയിലാകുമ്പോഴും എന്തോ ഒരു വർത്താനത്തിന്റെ ഇടയ്ക്ക് നമ്മളതങ്ങ് പറയും. അപ്പളാ നമ്മളെ നെഞ്ചും വന്നൊരു പാറക്കല്ല് പോയ സുഖം. നമ്മൾ തന്നെ പറയുകയും ചെയ്യും, എന്തോ ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ തികട്ടി വന്ന് എത്ര ദിവസമായി ഞാനൊന്ന് നല്ലോണം ഉറങ്ങിയിട്ട് എന്നറിയാവോ എന്നുള്ള ബേജാറാ. അത് പറയുമ്പോ നമുക്ക് സമാധാനം. അള്ള പറഞ്ഞതേ പിണക്കം കൊണ്ടടക്കുന്ന ഒരു നിമിഷം മുതൽ അള്ളാന്റെ മലക്കൾ എഴുതി തുടങ്ങുന്ന. ഞാൻ ഇപ്പൊ ഈ കൂട്ടത്തിൽ ഒരാളോട് പിണങ്ങിയാൽ അപ്പ ഇടവേ ഭാഗത്ത് ശൈത്താൻ അള്ളാന്റെ മലക്കുകൾ എഴുതി തുടങ്ങും, ഇവൻ അള്ളാന്റെ മാർഗത്തിൽ നിന്നും വ്യതിചലിക്കാൻ തുടങ്ങി, അവന്റെ അമൽ അള്ളാഹ്ക്ക് വേണ്ട. അത്ര ഗൗരവ കുടുംബബന്ധം. അതുകൊണ്ടാ ഏത് വെള്ളിയാഴ്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുന്നേറ്റ് നിന്നാലും ആദ്യം സഹാബത്തിനോട് പറയുക, വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം. കുടുംബബന്ധം മുറിച്ചവരാരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ആ കുടുംബബന്ധം ചേർക്കണേ ചേർക്കണേ എന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതുബ നിർവഹിച്ചിട്ടുള്ളൂ. അള്ളാന്റെ തിരുദൂതൻ അത്ര ഗൗരവത്തോടെ പഠിപ്പിച്ച ആ വിഷയത്തിൽ നമ്മളെ നിലപാടെന്താ? നമ്മളെല്ലാരോടും പൊരുത്തം വാങ്ങിയോ? ഈ പൊരുത്തം വാങ്ങിയാലേ അള്ള എല്ലാം സ്വീകരിക്കുന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നോമ്പല്ല സ്വീകരിക്കണേ, പൊരുത്തം വേണം, കുടുംബം നന്നാവണം. ഇത് അറിഞ്ഞൂടാത്തോലല്ല ഈ കൂട്ടത്തിൽ ആരും. ഈ പ്രാവശ്യത്തെ ഹജ്ജിനോ ഉംറക്കോ കൂട്ടത്തിൽ ആർക്കെങ്കിലും കിട്ടിയാല് നറുക്ക് കിട്ടി എന്ന് പറഞ്ഞാൽ അന്ന് മുതൽ സകല കുടുംബക്കാരുടെയും പോവും. നാട്ടിൽ പള്ളിയിൽ നിന്ന് എല്ലാരോടും കാണും, കല്യാണപ്പുരയിൽ നിന്ന് കാണും. എന്നിട്ട് കൈ പിടിച്ചിട്ട് പറയും, അൽഹംദുലില്ലാ എനിക്ക് ഇപ്രാവശ്യത്തെ ഹജ്ജിന് കിട്ടിയേക്ക്, അൽഹംദുലില്ലാ. പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടേ പൊരുത്തപ്പെട്ട് നിൽക്കാണ്ടി. ആ എന്തിനാ 2.75-3.75 ലക്ഷം ഉറുപ്പ്യ മുടക്കുന്ന ഹജ്ജ് നമുക്ക് മഖബൂലായി കിട്ടണം. അത് ഹജ്ജ് മാത്രല്ല, നമ്മൾ ഇന്ന് രാവിലെ നിസ്കരിച്ച നിസ്കാരം അല്ലാഹ് സ്വീകരിക്കണേ, ആ പൊരുത്തം വേണം. അത് ഹജ്ജിന് മാത്രമല്ല അള്ളാന്റെ റസൂൽ പഠിപ്പിച്ച്. അതുകൊണ്ടാ ലോകത്തിന്റെ തിരുദൂതന്റെ കാലഘട്ടത്തിലെ സഹാബാക്കളോട് മദീനത്തെ പള്ളിയിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ പറഞ്ഞിരുന്നു. ഞാൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നരുത് കേട്ടോ. ഇക്കൂട്ടത്തിൽ ആരെങ്കിലും കുടുംബബന്ധം മുറിച്ചോലുണ്ടെങ്കിൽ ഓല് എണീറ്റ് പോയിക്കോട്ടെ, ഒരു മടിയും വിചാരിക്കണ്ട. 3 തവണ മദീനത്തെ പള്ളിയിൽ നിന്ന് സഹാബാക്കളിൽപ്പെട്ട ആരെങ്കിലും കുടുംബബന്ധം മുറിച്ചോലുണ്ടെങ്കിൽ, ഏത് തമ്മിൽ അലോഗ്യം കൊണ്ടടക്കുന്നവര്, മനസ്സ് വേർപ്പെട്ടവര്, ഞാൻ അത്ര സുഖത്തിലല്ല എന്ന് പറയുന്നവര്, ഇനി കോളെ അങ്ങോട്ട് എനിക്ക് സഹിച്ചൂടാന്ന് പറയുന്നവര്, അതിങ്ങനെ പകയും ദേഷ്യമായിട്ട് ഉള്ളു കൊണ്ടടക്കുന്ന ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ മടി വിചാരിക്കണ്ട, നീറ്റ് പോയിക്കോളി. 3 തവണ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ നിന്ന് അത് വിളിച്ചു പറഞ്ഞപ്പോൾ സഹാബാക്കൾ ചോദിച്ചു, നബിയേ പള്ളിയിൽ നിന്നൊക്കെ എഴുന്നേറ്റ് പോകാൻ പറയാവോ? ഒരു നല്ല കാര്യത്തിന് വന്നുത്തിരിക്കുന്ന സ്ഥലല്ലേ? ഉടനെ അള്ളാന്റെ തിരുദൂതന്റെ മുൻപ് ഇബ്നു മസ്ഊദ് റസൂൽ കേൾക്കെ വിളിച്ചു പറഞ്ഞു എന്നാ പ്രവാചകൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അള്ളാന്റെ ദിക്ർ ചർച്ച ചെയ്യുന്ന, അള്ളാന്റെ വാക്ക് ചർച്ച ചെയ്യുന്ന എല്ലാ സദസ്സിലും അള്ളാന്റെ ബർക്കത്തിറങ്ങും. ഈ സദസ്സിൽ നിങ്ങൾ വന്നത് മുതൽ തിരിച്ചു പോകുന്നത് വരെ അള്ളാന്റെ ബർക്കത്ത് ഈ സദസ്സിന് അള്ള കൊടുക്കുന്ന. പടച്ചോനെ ഇർഹം, കാരുണ്യം കാണിക്കണേ റബ്ബേ, സ്വർഗം പ്രതീക്ഷിച്ച് വന്നവരാ നാഥ എന്ന് അള്ളാന്റെ മലക്കുകൾ പ്രാർത്ഥിക്കും. മലക്കുകൾ എന്നെ ആമീനും ചൊല്ലും, കോടാനുകോടി മലക്കുകൾ. അപ്പൊ അള്ള ആ പ്രാർത്ഥന കേൾക്കും. ആ സദസ്സിന് യുനസ്സിലു റഹ്മ വയഗ്ഫിറു ദുനൂബ, അവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ പാവം അള്ള പൊറുക്കും, അവർക്ക് അള്ള റഹ്മത്ത് കൊടുത്തോണ്ടിരിക്കും. പക്ഷെ പെട്ടെന്ന് അള്ള പറഞ്ഞു എന്നാ മലക്കുകളോട്, നിർത്തിക്കോ, ആ സദസ്സിന് റഹ്മത്ത് കൊടുക്കണ്ട, ആ സദസ്സിന് ബർക്കത്തും വേണ്ട, പാപമോചനവും വേണ്ട. അത്ഭുതത്തോടെ മലക്കുകൾ അള്ളാഹുവിനോട് ചോദിച്ചു, എന്തുകൊണ്ട് നാഥ? അള്ള പറയും, ഓൻ അക്കൂട്ടത്തിലുണ്ട്, ആ പെണ്ണ ആ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ട്. അത്ഭുതത്തോടെ സഹാബാക്കൾ മദീനത്തെ പള്ളിയിൽ നിന്ന് ചാടി എഴുന്നേറ്റ് ചോദിച്ചു, അള്ളാന്റെ പ്രവാചകരെ, ആരുണ്ടെങ്കിൽ ആ പടച്ചോന്റെ ബർക്കത്ത് തരാണ്ടിക്കുക? ആരുള്ളതിന്റെ പേരിലാ അള്ളാ ഇസ്തിഗ്ഫാർ തടയാ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ണുനീരോടെ പറഞ്ഞു, കാത്തി ഉറഹിമ, ബന്ധം മുറിച്ചവര്, കുടുംബബന്ധം മുറിച്ചവർ ഇരിക്കുന്ന സദസ്സിൽ അള്ളാന്റെ ബർക്കത്ത് ഇറങ്ങൂല. അതുകൊണ്ടാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞത്, എണീറ്റ് പോണം, ആ കുടുംബബന്ധം ചേർത്തിട്ട് വന്നിരുന്നാ മതി. നമ്മൾ എത്ര ആൾക്കാർ ആ ബന്ധങ്ങളൊക്കെ ഒന്ന് നല്ല നിലക്ക് കൊണ്ടുപോകാറുണ്ട്. എനിക്ക് അത്ഭുതം തോന്നി, എന്താ പറയുക, മരിക്കുന്നവരെ നമുക്ക് തോൽക്കാൻ മടിയാ. അവസാനുണ്ട് ചില വാപ്പാരൊക്കെ മരിച്ചാല് പള്ളിയിൽ 1-ാമത്തെ സെഫ് കൊണ്ടുവെക്കും മയ്യത്ത്. അപ്പോഴുണ്ട് പള്ളിയിലെ സെക്രട്ടറിയോ ഉസ്താദോ ഇതുപോലത്തെ ഒരു മൈക്ക് കൊടുക്കുന്നത് കാണാം. എന്തിനാ? വാപ്പാക്ക് പൊരുത്തം വാങ്ങാൻ.
ചില മക്കൾ ഇങ്ങോട്ട് കരയാൻ തുടങ്ങും. ഓന്റെ വാപ്പാനോടുള്ള മഹബത്ത് ഓൻ ആ സമയത്താ പ്രകടിപ്പിക്കുക. ആയ കാലത്ത് വാപ്പാക്ക് ഒരു 10 ഉറുപ്പ്യന്റെ ചായവെള്ളം വാങ്ങി കൊടുക്കാത്തവനും വാപ്പാന്റെ മുന്നിൽ ഒരു 10 മിനിറ്റ് ഇരിക്കാത്തവനും, അപ്പൊ അങ്ങക്ക് എന്തൊക്കെയാ സുഖേടുണ്ടോ? സുഖേടുണ്ടെങ്കിൽ നമുക്കൊന്ന് ഡോക്ടറെ അടുത്ത് പോകണോ? വാപ്പാന്റെ നടക്കാൻ കഴിയാത്ത കാല് നോക്കിയിട്ട് കരയാത്തവനൊക്കെ മരിച്ചെടുക്കുന്ന വാപ്പാന്റെ തലക്കും ഭാഗത്ത് നിന്ന് മൈക്ക് കിട്ടിയ ഒരു കരച്ചിലാണ്. എന്നിട്ട് കണ്ണീരോടെ നെഞ്ചടറിയിട്ട് പറയും, എന്റെ ഉമ്മ എന്റെ വാപ്പ ജീവിച്ചിരിക്കുന്ന കാലത്ത് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എന്തെങ്കിലും പറ്റിപ്പോയിട്ടുണ്ടേ ഓൾക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കണട്ടോ ഖബറ് വിശാലാവാൻ. പൊന്നുമക്കളെ, അങ്ങനെ ഒരു ചോദ്യം ആരാ ഇസ്ലാം പഠിപ്പിച്ച്? അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല.